16 കൊല്ലം മുമ്പ് ഞാൻ മുടക്കി ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കൊള്ളപ്പൊള്ളിയപ്പനെ ജയിക്കുക നീ ഓർത്ത് കൊടി നീയായി കഴിക്കുന്നതോ ഞാൻ കഴിപ്പിക്കണോ? വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ള പൈസ ഞാൻ വന്നത് കടിമംഗലത്തെ പാപങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം. അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്, അതിനെ തടയിടുന്നില്ല. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപേക്ഷിക്കാൻ വന്നിരിക്കാനല്ലേ? ആൽത്തറക്കാവിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ 16 ഉത്സവം. അതാ കണക്ക്. കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം, നടന്നേ തീരൂ. നിനക്കറിയാൻ നടക്കില്ലെന്ന്. ഒളപ്പൊള്ളിയറയിലെ തിരുവാഭരണങ്ങൾ പുഴക്കരയിലെ വട്ടത്തറയിൽ ഞങ്ങൾ കൊണ്ട് തരട്ടെ. പ്രളയം വന്ന് സർവ്വനാശാലും നിനക്കറിയാം അത് സംഭവിക്കുന്നത്. അപ്പൊ നീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയും വയ്ക്കുന്നു. പോടാ കിടക്കുമുണ്ട്. തമ്പുരാനെന്ന് വിളിച്ച അതേ നാമമുണ്ട്. തന്റെ ചെറ്റ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള രാജാവും തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികയുടെ നമ്പറും ഒക്കെ ചെലവാകും ഇവിടുത്തെ പാവജനങ്ങളെടുത്ത്. ഇത് ആള് വേറെ. കളി ഒരുപാട് കണ്ടവനാണ്. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥം നടത്തും. തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ കൊണ്ട് വെച്ചിട്ടുള്ള തിരുഭാഭരണത്തിന്റെ ആമാണപ്പെട്ടി താൻ കൊണ്ടു തരും. പുഴക്കരയിലെ ആ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും. ഇതിനിടയിൽ അയാളുടെ കളിക്കുമെന്ന് എനിക്കറിയാം.